ഹലോ നമസ്കാരമുണ്ട്. നമ്മൾ നിൽക്കുന്നത് എവിടെയാണ്? വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ മുന്നിൽ നിൽക്കാൻ കാരണം അവിടെ നടക്കുന്ന ഇടപാടുകൾ നമ്മൾ വീക്ഷിക്കുകയാണ്. ആ ഇടപാടുകളുടെ തനിയാവർത്തനമാണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവിടുത്തെ ഇടപാടിൻ്റെ ട്രാൻസാക്ഷൻ്റെ ആളുകൾ വരുന്നതും വില പറയുന്നതും വിൽക്കുന്നതും വാങ്ങുന്നതും എങ്ങനെയാണ് ഒരു ചാർട്ട് രൂപത്തിലാക്കുക, ചാർട്ട് രൂപത്തിലാക്കി കഴിഞ്ഞാൽ ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ രൂപത്തിൽ എങ്ങനെ വരും, കാൻഡിൽ സ്റ്റിക്കിൻ്റെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അവിടെ നടന്ന കാര്യങ്ങൾ അതെന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, എങ്ങോട്ടാണ് മാർക്കറ്റ് പോകുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം. ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോയിൽ നമ്മൾ സംസാരിച്ചു. വീഡിയോ കണ്ടു കാണും എന്ന് പ്രതീക്ഷിക്കുന്നു, ഇല്ലെങ്കിൽ പോയി കാണണം. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് കാൻഡിൽ സ്റ്റിക്ക് ഏതെല്ലാം രൂപത്തിലുണ്ട്, എന്തെല്ലാം സൂചനകൾ തരുന്ന സ്റ്റിക്കുകളാണുള്ളത്, അതാണ് ഇനി അടുത്ത് വിശദീകരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഒരു മാർക്കറ്റിലെ ഓപ്പണിംഗ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇന്നലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞത് ഒനിയൻ്റെ കാര്യമാണ്. ഉദാഹരണത്തിന് ഒനിയനാണ് നമ്മൾ എടുത്തത് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ 50 രൂപയുടെ ഓപ്പണിംഗ്, 50 രൂപയ്ക്ക് ഓപ്പണിംഗ് ഒനിയൻ എടുത്തു നമ്മൾ. അത് 51, 52, 53, 54, 55, 60 എത്തി. അതിനിടയിൽ ചില ആളുകൾ വന്നിട്ട് അതിൽ കൂടിയ വിലക്കും എടുക്കാൻ തയ്യാറായി. അതായത് ഒരു 60 കഴിഞ്ഞിട്ട് ഒരു 65 വരേക്കും എടുക്കാൻ തയ്യാറായി. അതേപോലെ തന്നെ ഇവിടെ 50 തുടങ്ങിയത് ഒരു 45 അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വിൽക്കേണ്ടി വന്നു. ഇത് രണ്ടും ഇപ്പോൾ ശരാശരിയായി ഒരു ബിസിനസ്സുകാരൻ്റെ കണക്കാണത്. ചില ആളുകളെ ഹാപ്പി ആക്കാൻ വേണ്ടി നല്ല കസ്റ്റമറൊക്കെ വന്നു കഴിഞ്ഞാൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടി വരും, ഡിസ്കൗണ്ട് കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പുതിയ ചില ആളുകൾ വരുമ്പോൾ അവർക്ക് വില പ്രശ്നമല്ല എന്നുള്ള രൂപത്തിലുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾ അതിൻ്റെ ഒറിജിനൽ വില MRPക്കൊക്കെ വിൽക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, അതേപോലെ തന്നെ ഒറിജിനൽ ആ മാർക്കറ്റിൽ എന്താണ് വില എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലും വിറ്റിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവമാണ് കാൻഡിൽ സ്റ്റിക്കായിട്ട് വരുന്നത്. ഈ 50 സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അത് 65 വരെ പോയി, 65 നിന്ന് പിന്നെ അത് ക്ലോസിങ്ങിൽ 60 അതുപോലെ തന്നെ 50 സ്റ്റാർട്ട് ചെയ്തത് 45 പോയിട്ടുണ്ട്, ഒരു തവണ തിരിച്ച് കയറിയിട്ടുമുണ്ട്. ഇതാണ് ഒരു ബിസിനസ്സിൻ്റെ ആകത്തുക. മാർക്കറ്റിൽ വെജിറ്റബിൾ മാർക്കറ്റിൽ നടന്ന ബിസിനസ്സിൻ്റെ ആകത്തുക ഒരു കാൻഡിൽ സ്റ്റിക്കിലാക്കി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ എന്തെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടോ, മനസ്സിലാവാത്തൊരു വിഷയമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കണം. കൂടുതൽ വിശദീകരിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് 50 ഇവിടെ ഉണ്ട്, ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിങ് 60 ഉണ്ട്, ഹയസ്റ്റ് പ്രൈസ് ഏറ്റവും കൂടുതൽ വിലയ്ക്ക് വിറ്റത് എത്രയാണെന്നുള്ളതുണ്ട് 65, 45 ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് വിറ്റത് എത്രയാണ് 45 ഉണ്ട്. അപ്പോൾ ഒരു ഡൗട്ട് തോന്നും, ഇതെന്തായി ഇങ്ങനെ നിൽക്കുന്നത്? കാൻഡിലിൻ്റെ തിരി രണ്ട് സൈഡിക്കും തിരിയുള്ളൊരു കാൻഡിലാണെന്ന് ഉദ്ദേശിച്ചാൽ മതി ഇങ്ങനെ നിൽക്കുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ഒരു മാർക്കറ്റിലെ വളരെ ചെറിയ തരത്തിലുള്ളൊരു നീക്കമാണത്, വളരെ ചെറിയ. ഉദാഹരണത്തിന് നമ്മുടെ ഈ വെജിറ്റബിൾ മാർക്കറ്റിൽ വരുന്ന പച്ചക്കറി വാങ്ങാൻ വരുന്ന ആളുകളെല്ലാം സ്ഥിരം വരുന്ന ആളുകളും സ്ഥിരം കസ്റ്റമേഴ്സും ആയതുകൊണ്ട് അവർക്ക് വില അറിയാനും വില പേശാനും ഉള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം വില പേശി ഈ ഒരു റേഞ്ചിനകത്ത്, വില കൂടി വരുന്ന സമയത്തും കുറഞ്ഞു വരുന്ന സമയത്തും ആ ഒരു റേഞ്ചിനകത്ത് പിടിച്ചു നിർത്താൻ ഈ കസ്റ്റമേഴ്സിന് സാധിച്ചു. പക്ഷേ ചില കസ്റ്റമേഴ്സ് എത്രയാണ് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആ വിലക്ക് എടുത്ത് വില പേശാനും ഇതിനും തയ്യാറാവില്ല. അവർക്ക് പണം അത്ര വലിയൊരു വിഷയമല്ല എന്ന ചിന്ത കൊണ്ടായിരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പറയില്ലേ പുത്തൻ പണക്കാരെന്നൊക്കെ പറയില്ലേ, പുത്തൻ പണം അങ്ങനെയുള്ള ആളുകളൊക്കെ പറയില്ലേ, അവർ വരുന്നു സാധനം വാങ്ങണ പോകണം ആകെ ചകപ്പക. ആ ലൈനിലുള്ള ആൾക്കാർ അതുപോലുള്ള ആളുകൾ ആയതുകൊണ്ടായിരിക്കാം ജസ്റ്റ് ഒന്ന് മേലേക്ക് കയറി 65 വാങ്ങിയിട്ടുണ്ട്. അതേപോലെ ഏറ്റവും പറഞ്ഞ് സംസാരിച്ച് ഏറ്റവും ലോ പ്രൈസിൽ സാധനം വാങ്ങാനുള്ള ശ്രമം നടത്തുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളുള്ളത് കൊണ്ടായിരിക്കാം 45 പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് സംഭവിച്ചത് 50 നിന്ന് 60 എത്തി. ഇതൊരു പ്രോഗ്രസ് ആയിട്ടുള്ള മാർക്കറ്റ്, ഒരു ബിസിനസ്സാണ്. അതുപോലെ തന്നെ പ്രോഗ്രസ് അല്ലാത്തത് ഇതേപോലെ 50 തന്നെ തുടങ്ങി, 50 തന്നെ ഒനിയൻ തുടങ്ങി.
എന്ത് സംഭവിച്ചു? നേരെ താഴോട്ട് 45, 44, 43 താഴത്തോട്ട് ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതും ഇവിടെ സ്റ്റാർട്ട് ചെയ്തതും ഒരേ പൊസിഷനിലാണ്. പക്ഷേ ഇവിടെ എന്തായി? നേരെ താഴത്തോട്ടാണ് പോയത്. റേറ്റ് കുറഞ്ഞ് പോയി. കാരണം ധാരാളം സ്റ്റോക്ക് വന്നു, പർച്ചേസ് ചെയ്യാൻ ആളുകൾ കുറഞ്ഞു. അതുകൊണ്ട് തൽക്കാലം ഈ റേറ്റിന് വിൽക്കേണ്ടി വന്നു. അങ്ങനെ വിറ്റ് എന്തായി? 50 ഉള്ള സാധനം നമ്മൾ 30 വരെ എത്തി. ഈ 30 വരെ എത്തുന്നതിന് താഴത്തോട്ടാണ് പോയത്. അതിൻ്റെ റീസൺ പലതാണ്. അമിതമായ സ്റ്റോക്ക്, വിറ്റ് പോവാത്ത വിഷയം, വാങ്ങാനുള്ള ആളുകൾ കുറവ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനിടയിലും മേൽപ്പറഞ്ഞ ഈ കാര്യം സംഭവിച്ചു. 50 മുകളിലും അതേമാതിരി 30 താഴെയായിട്ട് ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ 50 മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 55 ആളുകൾ വാങ്ങിയിട്ടുണ്ട്. അതേമാതിരി 30 താഴെ 25 ആൾ വാങ്ങിയിട്ടുണ്ട്. ഓപ്പണിംഗ് 50 തന്നെയാണ്. ഈ ഓപ്പണിംഗ് തന്നെയാണ്, ഒരേ ലെവലിലാണ് ഓപ്പണിംഗ് വന്നിട്ടുള്ളത്. ഇത് മേലോട്ട് പോയി, ഇത് താഴോട്ട് പോയി. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററി. ഇത് ഇവിടെ സംഭവിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും. സാധനം ഇഷ്ടംപോലെ സ്റ്റോക്ക് വന്നു, വാങ്ങാൻ ആളുകളില്ലാത്ത അവസ്ഥ വന്നു. ഇവിടെ സംഭവിച്ചത് സാധനം വന്നു, പക്ഷേ വാങ്ങുവാൻ ആളുകളുണ്ട്, അവിടെ നന്നായി വിൽക്കാൻ സാധിച്ചു. ഇത് മേൽപോട്ടും ഇത് കീഴ്പോട്ടും വന്നിങ്ങനെയാണ്. ഈ കാൻഡിൽ സ്റ്റിക്കിൻ്റെ ഈ ഒരു 2 രീതി മാത്രമല്ല, ഇനി ഒരുപാട് രീതിയിൽ കാൻഡിൽ സ്റ്റിക്കുകളുണ്ട്. ഇത് രണ്ടും ഇപ്പോൾ നമുക്ക് മനസ്സിലായി. ഇനി വരുന്ന കാൻഡിൽ സ്റ്റിക്കുകൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളുള്ളതാണ്. അടുത്ത ഒരു കാൻഡിൽ സ്റ്റിക്കിനെ പരിചയപ്പെടുത്തി തരാം. കാൻഡിൽ സ്റ്റിക്ക് ഇതൊരു കാൻഡിൽ സ്റ്റിക്ക്. ഇവിടെ ഓപ്പണിംഗ് ഇത്, എൻഡിങ്, ക്ലോസിങ് ഇത്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഓപ്പണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മാർക്കറ്റ് തുടങ്ങുമ്പോൾ എന്ത് പ്രൈസാണ് ആ ഉൽപ്പന്നത്തിന്, അതാണ് ഓപ്പണിംഗ്. ഈ ഒനിയൻ എന്താണ് വില, അധികവും തലേ ദിവസത്തെ ക്ലോസിങ് വെച്ചായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവാം, കൂടാം കുറയാം. ഓക്കെ, ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് എങ്ങനെ തുടങ്ങുന്നു അപ്പോഴത്തെ വിലയാണ് ഓപ്പണിംഗ് എന്ന് പറയുന്നത്. തലേ ദിവസത്തെ ക്ലോസിങ് എത്രയായിരുന്നു? 55 ആണെങ്കിൽ ഈ 55 വെച്ചിട്ട് തന്നെ നമുക്ക് ഓപ്പണിംഗ് ചെയ്യാം സ്റ്റോക്ക്. ഓക്കെ, ഷോപ്പ്. ഓക്കെ, ഇത് പറഞ്ഞ പോലെ തന്നെ പല പല ട്രാൻസാക്ഷനുകൾ നടന്ന് കൂടി വന്നിട്ട് 60-ലെത്തി. അന്നത്തെ ദിവസം ക്ലോസിംഗ് 60-ലെത്തി. ഇവിടെ ഹയസ്റ്റും ലോവസ്റ്റും ഇല്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ എന്ന് വന്ന ഈ ബിസിനസ്സിൽ വന്ന കസ്റ്റമേഴ്സ് ഈ ഓപ്പണിംഗ് മുതൽക്ക് മേൽപോട്ട് പോയി പരിധിയിൽ കവിഞ്ഞുള്ള പ്രൈസിന് സാധനം വാങ്ങാൻ തയ്യാറായിട്ടില്ല. 60-ന് മുകളിൽ സാധനം വാങ്ങാൻ തയ്യാറായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഓപ്പണിങ്ങിൻ്റെ താഴേക്ക് വില പേശിക്കൊണ്ട് വില കുറച്ച് വാങ്ങാനും കസ്റ്റമർ തയ്യാറായിട്ടില്ല. ഈ 2 പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് നേരെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും നടന്നത്. അപ്പോൾ ഈ ഒരു കാൻഡിൽ സ്റ്റിക്കിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്, വേരിയേഷൻ മേലോട്ടോ താഴത്തോട്ടോ വന്നിട്ടില്ല. അതുപോലുള്ള കസ്റ്റമർ ആ മാർക്കറ്റിൽ അന്ന് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇനി അടുത്ത് പരിചയപ്പെടുത്തുന്നത് ഒരു കാൻഡിൽ സ്റ്റിക്ക് ഇതുപോലെ കാണും. ഇതുപോലെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് 55 ആണ് കരുതുക. ഇവിടെ ഒരു 60-ലെത്തി. ഓപ്പണിംഗ് 55 ഓപ്പൺ ചെയ്തത് ഇവിടെ ട്രാൻസാക്ഷൻ നടന്ന് 60-ലെത്തി. 60-ൻ്റെ മേലേക്ക് ഒരിക്കലും അതിന് മേലെ അമിതമായ പൈസ കൊടുത്ത് ആരും ഈ ഓനിയൻ വാങ്ങിയിട്ടില്ല. പക്ഷെ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്, 55-ന് താഴെ വില പേശി വില കുറച്ച് ഡിസ്കൗണ്ടുകളൊക്കെ വാങ്ങി പർച്ചേസ് ചെയ്ത വളരെ ചുരുക്കം കസ്റ്റമേഴ്സ് ഉണ്ട്. അതാണ് ഈ ഒരു കാൻഡിൽ സ്റ്റിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാർക്കറ്റിൽ അധികം ബിസിനസ് നടന്നിട്ടില്ല. അതേപോലെ തന്നെ ഓപ്പണിങ്ങിൽ നിന്ന് കൃത്യമായൊരു പ്രൈസിലേക്ക് മാത്രം മൂവ് ചെയ്തു. അതിന് അമിതമായിട്ടുള്ളൊരു ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു പർച്ചേസ് നടന്നിട്ടില്ല. പിന്നെ നടന്നത് നിലവിലെ ഓപ്പണിംഗ് പ്രൈസിനെക്കാട്ടിലും താഴത്തോട്ട് പർച്ചേസ് ചെറുതായിട്ട് നടന്നിട്ടുണ്ട്. അതാണ് ഈ കാൻഡിൽ സ്റ്റിക്ക് മനസ്സിലാക്കി തരുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. എന്നിരുന്നാലും പറയാം. അടുത്ത കാൻഡിൽ സ്റ്റിക്ക് വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്.
ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്താണുള്ളത്. ഓപ്പണിംഗ്, ഇവിടെ ഓപ്പണിംഗ് വന്നിട്ടുള്ളത് 55 കൊടുക്കാം, ക്ലോസിംഗ് വന്നിട്ടുള്ളത് 60 കൊടുക്കാം. ഇവിടെ എന്താ സംഭവിച്ചത്? ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, താഴത്തോട്ട് അധികമായിട്ട് വില പേശി ആരും വാങ്ങിയിട്ടില്ല. പക്ഷേ മേലെ ക്ലോസിംഗ് 60 ആണ്. പക്ഷെ 65 വരേക്കും ചില കസ്റ്റമേഴ്സ് അമിതമായ അല്ല റേറ്റ് കൊടുത്തിട്ട് വാങ്ങിയിട്ടുണ്ട്, മേലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ 55 നിന്നും 60 ആണ് പിന്നെ ക്ലോസിങ്. 55 ഓപ്പണിങ്, 60 ക്ലോസിങ്. 65ലേക്ക് പ്രൈസ് ഹയസ്റ്റ് പ്രൈസ് ആയിട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ താഴത്തോട്ട് പോയിട്ടില്ല, ഓപ്പണിങ്ങിൻ്റെ താഴത്തോട്ട് പോയിട്ടില്ല. ഇതുപോലെയാണ് ചാർട്ടുകൾ റീഡ് ചെയ്യേണ്ടത്. ഈ ചാർട്ടുകൾക്ക് ഇങ്ങനെ സംഭവിക്കാൻ, ഈ ചാർട്ടുകൾ ഇങ്ങനെ പിന്നെ വന്ന് ഇത് സംഭവിക്കാനുള്ള കാരണം എന്താണെന്നാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ആ ചിന്തയിൽ നിന്നാണ് നമ്മൾ ഇതിൻ്റെ ബാലപാഠങ്ങൾ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വെക്കുന്നത്. ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ഓൺലൈനിലും ഇതിലൊക്കെ വന്നിട്ട് ബൈ സെൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ടിൽ ഇങ്ങനെ കാണിക്കുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ടാകും ഒരുപാട് പരസ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ. അതുപോലെ ഈസി ആയിട്ടുള്ള കാര്യമല്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഏൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫേർട്ട് നമ്മൾ എടുത്തേ തീരൂ. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രൊഫഷണലായി കാണുന്ന ഏത് തൊഴിലും, ഏതോ ആയിക്കോട്ടെ, ഇപ്പോൾ പൈലറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഏത് മേഖലയിലുള്ളവരും എത്ര വർഷം പഠിച്ചിട്ടാണ് അവർ എത്തിയിട്ടുള്ള പൊസിഷനിൽ അറിയോ? ആ പൊസിഷനിൽ എത്തിയതിന് ശേഷം അവർക്ക് എത്ര എക്സ്പീരിയൻസ്, ഏതെല്ലാം ആളുകളുടെ കീഴിൽ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ടാണ് അവർ പ്രൊഫഷണലിൽ അവരൊന്ന് ഉയർന്നു വരുന്നതെന്ന് അറിയോ? അത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ആളുകളും പൈസ ഏൺ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തുന്നത്. നമുക്കതിനുള്ള അർഹത ഉണ്ടാക്കിയെടുക്കണം. അർഹത ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ നമുക്ക് പണം കയ്യിൽ വരുള്ളൂ. അല്ലാതെ വരുന്ന മാജിക്കുകളൊന്നും ഇന്ന് ലോകത്ത് നിലവിലില്ല. നമുക്ക് താൽക്കാലികമായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഗാംബ്ലിംഗ് പോലെ വരാതിരിക്കാം, അത് വേറെ വിഷയം. പക്ഷെ സ്ഥിരമായിട്ട് നമുക്ക് ഇതിലെല്ലാം പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്രയും ഡീപ്പായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് വേണം. അല്ലാത്ത രീതിയിൽ നമുക്ക് പ്രതീക്ഷിക്കുക വേണ്ട. അങ്ങനെയുള്ള ചിന്തകളുള്ളവർ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞു നോക്കരുത്, പൊക്കോണം. അപ്പോൾ ഈ തിരിഞ്ഞു നോക്കി ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അവൻ്റെ കുടുംബം തകർന്ന് തരിപ്പണമാകും. അതുകൂടി ഓർമ്മിക്കട്ടെ. അപ്പോൾ ഇതുപോലുള്ള ചെറുതോ വലുതോ ആവട്ടെ, എന്ത് വിവരങ്ങൾ എവിടെ കണ്ടു കഴിഞ്ഞാലും അത് നിങ്ങളുടെ മൈൻഡിൽ കയറ്റിക്കോണം. അപ്പോൾ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞു. ഇനിയും ഉണ്ട്. ഇനി ഞാനൊരു ഉദാഹരണം പറയാം. ഇതാ കാൻഡിൽ സ്റ്റിക്ക് രൂപപ്പെട്ടിട്ടില്ല, ജസ്റ്റ് ഇതേമാതിരി ലൈൻ. ഇതെന്തായിരിക്കും? ഇടപാടുകൾ നടന്നിട്ടില്ല. ഇടപാടുകൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി അതിൻ്റെ ബോഡി കാണും. ബോഡി ഇല്ല, ഒറ്റ ലൈൻ തിരി മാത്രമേ ഉള്ളൂ. എന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കാരണം ഞാൻ പറയാം. കാരണം അവിടെ ജസ്റ്റ് ഒരു ചെറിയ ബിസിനസ്സുകൾ എന്തോ നടന്നു, അത് പ്രോഫിറ്റും അല്ല ലോസും ഇല്ല, ആ രൂപത്തിൽ ചെറിയൊരു ബിസിനസ്. ഇത് നമുക്ക് കാണാൻ കഴിയായ വലിയ പിന്നെ മാർക്കറ്റിൽ മൂവ് ചെയ്യാത്ത അല്ലെങ്കിൽ വലിയ പ്രോഗ്രസ് ഇല്ലാത്ത കമ്പനികളുടെ ചാർട്ട് എടുത്ത് നോക്കിയാൽ, കാൻഡിൽ സ്റ്റിക്ക് ചാർട്ട് എടുത്ത് നോക്കിയാൽ ഇതേപോലെ കാണാം. ചില വലിയ പ്രോഫിറ്റ് ഒന്നുമില്ല, അപ്പോൾ അധികം ആളുകളൊന്നും ആ മാർക്കറ്റിൽ ഉണ്ടാവില്ല, അധികം ബൈയും സെല്ലൊന്നും നടക്കില്ല. അപ്പോൾ അവിടെ ചിലപ്പോൾ ഇതുമാതിരി കാണും. അതുപോലെ വേറൊന്ന് വരും, ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരു ക്രോസ് പോലെ. എന്താണ് എൻ്റെ ഉദ്ദേശം? ജസ്റ്റ് ഇതേപോലെ തന്നെ ഓപ്പണിങ്ങിൽ എന്തോ സംഭവിച്ചു, ആ പ്രൈസിന്, ഓപ്പണിംഗ് പ്രൈസിന് എന്തോ ചെറിയൊരു ചലനം ഉണ്ടായിട്ടുണ്ട്, അത്രമാത്രം. ഈ വരുന്ന രീതികളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ ഇതിലിടപെടുന്നതും നമ്മളെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടതും. അപ്പോൾ ഈ ചാർട്ടുകൾ ഇങ്ങനെ വരാനുള്ളൊരു കാരണമുണ്ട്. ഇപ്പോൾ നമ്മളെ പറഞ്ഞ പച്ചക്കറി മാർക്കറ്റിൽ ഈ ചാർട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ചാർട്ട് വന്നത് മേലോട്ട് പോയത് കാരണം വില കൂട്ടിയ ആൾക്കാർക്ക് വിൽക്കാൻ ആ കച്ചവടക്കാരന് സാധിച്ചു, വാങ്ങാൻ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഞാൻ പറഞ്ഞത് കീഴ്പോട്ട് പോരാൻ കാരണം സാധനം വന്നു, പക്ഷെ വാങ്ങാൻ ആൾ കുറവായിരുന്നു. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വിൽക്കേണ്ടി വന്നു, ഡിസ്കൗണ്ടിൽ വിൽക്കേണ്ടി വന്നു, അതുകൊണ്ട് താഴോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെല്ലാം ഓരോ ഹിസ്റ്ററികളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. എടുക്കാം. അപ്പം ശ്രദ്ധയോടുകൂടി പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ ഒരു ഉദാഹരണം വെച്ച് പഠിക്കണം. പൊതുവെ സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇടപെടുന്ന ആർക്കും, നമുക്ക് എല്ലാവർക്കും പറ്റുന്ന അബദ്ധമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങണ സമയത്ത് അത് വാങ്ങി നമ്മൾ ബൈ ചെയ്തതിൻ്റെ നെക്സ്റ്റ് ടൈമിലായിരിക്കും നേരെ കീഴോട്ട് പോവുക. അതേമാതിരി നമ്മൾ എപ്പോഴാണിത് സെല്ല് ചെയ്ത് വെച്ചെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വരുന്നതായിരിക്കും നേരെ മേപ്പെട്ട് പോരാ. പ്രോഫിറ്റ് എടുക്കാൻ കഴിയില്ല. അതിൻ്റെയൊക്കെ പ്രധാന കാരണം ഇങ്ങനെയുള്ള സിഗ്നലുകൾ മനസ്സിലാക്കാൻ കഴിയാത്തതാണ്. ഈ ഒരു കാൻഡിൽ സ്റ്റിക്കിൻ്റെ സിഗ്നൽ മാത്രമല്ല,
വേറെയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് എല്ലാതും കൂടി ഒത്തു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫ് നോക്കി എല്ലാതും കൂടി ഒത്തു വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒന്നിൽ കൂടുതൽ ഐക്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ സാധ്യതകൾ കൂടി വന്നു കഴിഞ്ഞാലാണ് നമ്മളിത് ചെയ്യേണ്ടത്. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ അടുത്ത് ക്യാഷ് ഉണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ തയ്യാറായി, നമ്മൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് ടാറ്റ മോട്ടോഴ്സിൻ്റെ ആണെങ്കിൽ ഓപ്പൺ ചെയ്തു, അതിൻ്റെ ഗ്രാഫ് കിടക്കുന്നത് അന്നത്തെ ദിവസം അന്നത്തെ അവസ്ഥ കിടക്കുന്നത് ചിലപ്പോൾ ഏറ്റവും താഴോട്ടോ അല്ലെങ്കിൽ മേലോട്ടോ ആണെങ്കിൽ നമുക്ക് ഭയങ്കര ധൃതിയാണ്, ഒന്ന് വെയിറ്റ് ചെയ്യാൻ. ചിലപ്പോൾ ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഒരു മാസം വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മൾ ട്രേഡ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിലൊക്കെ. അപ്പം ഈ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, വാങ്ങലും വിൽപ്പനയും. ഈ വാങ്ങലിൻ്റെയും വിൽപ്പനേൻ്റെയും സംശയങ്ങൾ. ഇപ്പോൾ ഇതിൻ്റെ മുന്നേ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു ആരെല്ലാമാണ് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഇടപെടുന്നത് എന്നുള്ളത്. അതിൽ വരുന്ന പ്രബലരായ കരുത്തരായ ആളുകൾ വന്ന് പർച്ചേസ് ചെയ്ത് മേലെത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണുന്ന സിഗ്നൽ ഇതുപോലെ ആയിരിക്കും. ഈ സിഗ്നൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഇത് ബൈ സിഗ്നലാണോ അല്ലെങ്കിൽ എന്താണെന്നുള്ളതല്ല, നമ്മൾ തുടക്കക്കാരൊക്കെ എല്ലാവർക്കും ഇത് ഈ വീഡിയോയിൽ പറയുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിനിൽ കാണുന്നതോ കണ്ട് ബൈ ചെയ്യാനും സെയിൽ ചെയ്യാനും പോരുത്. ക്ഷമിക്കുക, ഒന്ന് ക്ഷമിച്ച് അടുത്ത കാൻഡിൽ സ്റ്റിക്ക് പ്രൊഡ്യൂസ് ആവുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മാർക്കറ്റിൽ ഇടപെടുക. കാരണം അതായിരിക്കും നല്ലത്, നമ്മളെ ഹെൽത്തിന് നല്ലത്, പോക്കറ്റിന് നല്ലത് അതായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ഹൈറ്റിൽ എത്തിക്കഴിഞ്ഞാൽ, നമ്മൾ ടോപ്പിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കീഴോട്ട് വരാനാണ് എല്ലാ സാധ്യത. പക്ഷേ എല്ലാ സമയത്തും അതുപോലെ വന്നുകൊള്ളണമെന്നില്ല. കാരണം നമ്മളെക്കാൾ ബുദ്ധിയും കാര്യങ്ങളും ഉള്ള ആളുകളാണ് നിയന്ത്രിക്കുന്നത്, അവിടെ ഇടപെടുന്നത്. ഓക്കെ, ഇതിന് അത്രയും എഡ്യൂക്കേറ്റഡ് ആയുള്ള ആൾക്കാരും അത്രയും കഴിവുള്ള ആളുകളായിരിക്കും ഇത് നിയന്ത്രിക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ ഈ സപ്പോർട്ടേഴ്സും എല്ലാ കാര്യങ്ങളും. അപ്പോൾ അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. വീണ്ടും ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണം എന്ന് ഓർമ്മിപ്പിക്കുന്നതിൻ്റെ കാരണം നമ്മൾ ഇടപെടുന്നത് നിസ്സാരക്കാരുടെ ഇടയിലല്ല. മാർക്കറ്റിലുള്ളത് പ്രൊഫഷണൽ ട്രേഡേഴ്സ് ഉണ്ട്, നമുക്കറിയാം, ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സ് ഉണ്ടെന്നറിയാം, പിന്നെ നമ്മൾ റീറ്റെയിൽ ട്രേഡേഴ്സ്. ഇവർക്കെല്ലാം എന്താണ് വേണ്ടതെന്നുള്ളത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും അപ്ലോഡ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എല്ലാ വീഡിയോകളും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.